C'est bon. هذا نزل علينا تعال. വീണ്ടും യുദ്ധക്കളമായി പശ്ചിമേഷ്യ. രാത്രി മുഴുവൻ പരസ്പരം ആക്രമിച്ച ഇറാനും ഇസ്രായേലും. ഇസ്രായേലിന് നേരെ തുടർച്ചയായ രണ്ടാം രാത്രിയിലും ഇറാന്റെ കനത്ത മിസൈൽ വർഷം. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ട ഇസ്രായേൽ തന്ത്രപ്രധാനമായ പാഴ്സ് റിഫൈനറി കത്തിച്ചു. യുദ്ധത്തിൽ അമേരിക്ക ഇടപെടണമെന്ന് ഇസ്രായേൽ. ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്ക. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 5 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. കനത്ത മഴ 2 ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് രാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. മത്സ്യബന്ധന വിലക്ക് തുടരുന്നു. തീരപ്രദേശത്തും മലയോര മേഖലയിലുമുള്ളവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ്. G7 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി കാനഡയിലേക്ക്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാടറിയിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കാനഡയിലെത്തുക സൈപ്രസ് സന്ദർശനത്തിന് ശേഷം. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയിൽ ചർച്ച നടക്കും. അവസാന റൗണ്ടിലെ പ്രചാരണ ചൂടിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇന്നെത്തുന്നത് താരപ്രചാരകർ. UDF MP പ്രിയങ്ക ഗാന്ധി ഇന്ന് മണ്ഡലത്തിലെത്തും. M സ്വരാജിനായി പ്രചാരണം നയിച്ച മുഖ്യമന്ത്രി. തൃണമൂൽ MPയും മുൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പഠാന്റെ റോഡ് ഷോ ഇന്ന്. തൃശൂർ മൂരിയാട് യുവതിയെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിലായത് ഒല്ലൂർ സ്വദേശി ചാക്കോ ജെ ആലപ്പാട്ട്. പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ആലുവ ചെങ്ങമനാട്ട് നിന്ന്. യുവതി രക്ഷപ്പെട്ടത് വാഹനം വേഗം കുറച്ചപ്പോൾ പുറത്തേക്ക് ചാടിയതിനാൽ. ഫിഫ ക്ലബ് ലോകകപ്പിന് അമേരിക്കയിലെ മിയാമി ഗാർഡൻസിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇന്റർ മിയാമിയെ നേരിട്ട് അൽ അഹ്ലി. മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. രണ്ടാം മത്സരത്തിൽ ബയേൺ മ്യൂണിക്കിന്റെ എതിരാളി ഓക്ലാൻഡ് ക്ലബ്. മത്സരങ്ങൾ നടക്കുന്നത് ഫിഫയുടെ പുതിയ ചട്ടങ്ങളോടെ.